കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ഇത്തവണ മോണോ ആക്ട് വേദിയിലെത്തിയത്. അതിൽ മാളവിക മാധവ് വിഷയമാക്കിയത് കൊല്ലത്തെക്കുറിച്ച് തന്നെയാണ്. എന്താണ് കൊല്ലത്തുകാരെന്ന് തന്റെ ഏകാഭിനയത്തിലൂടെ കാണിച്ചു തരികയാണ് മാളവിക. കലോത്സവം കൊല്ലത്താകുമ്പോൾ എങ്ങനെയാണ് ഏകാഭിനയ വിഷയം മറ്റൊന്ന് തിരഞ്ഞെടുക്കുക, പ്രത്യേകിച്ച് കൊല്ലത്തുകാരി കൂടിയാകുമ്പോൾ? കരുനാഗപ്പള്ളി ബോയ്സ് HSS +1 വിദ്യാർത്ഥിനി മാളവിക മാധവിന്റെ ചിന്ത പോയത് അങ്ങനെയാണ്. ഇതാണ് കൊല്ലമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മാളവിക. നാടകകുലപതി NN പിള്ളയുടെ പാദസ്പർശത്താലും കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും മാധവന്റെയും ജന്മം കൊണ്ട് പുകൾപ്പെട്ട നമ്മുടെ കൊല്ലത്തിന്റെ ആയൂരും ഓയൂരും ഇന്നൊരായിരം ചോദ്യങ്ങളുമായി നീറുകയാണ്. കൊല്ലമേ, നിനക്കിത് എന്തു പറ്റി? സുഖകരമായ വാർത്തകളായിരുന്നില്ല സമീപ നാളുകളിൽ കൊല്ലത്ത് നിന്ന് കേട്ടത്. അതിനുശേഷം കൊല്ലത്തുകാരെ കുറിച്ച് പരക്കുന്ന വാർത്തകളെ വിഷമത്തോടെയാണ് മാളവിക കേട്ടത്. ഒരു ഗുണ്ടാസങ്കേതം എന്ന നിലയ്ക്കാണ് കൊല്ലംകാരെ കാണുന്നത്. പക്ഷെ അങ്ങനല്ല. പ്രളയം ഉണ്ടായപ്പോഴായാലും സുനാമി ഉണ്ടായപ്പോഴായാലും ഒന്നിച്ചിറങ്ങിയത് കൊല്ലംകാരാണ്. രണ്ടുപേരുടെ സ്വഭാവത്തിൽ വിലയിരുത്താൻ കഴിയില്ല കൊല്ലത്തിനെ എന്നുള്ളത് വെച്ചിട്ടാണ്. ഞാനും കൊല്ലംകാരിയാണല്ലോ. അപ്പോൾ അല്ലടേ, നമ്മുടെ പപ്പന്റെ വീട്ടിൽ എന്തുവാ ഒരു അനക്കം? അത് അവന്റെ വീട്ടിലെ പട്ടിപ്പെറ്റ്. നിനക്കൊന്നും വേറെ പണിയില്ലയോടെ? അല്ലണ്ണാ, ഏതല്ലെന്ന കേസുണ്ടായാലും ആദ്യം കേൾക്കണത് കൊല്ലത്താണല്ലോ. സ്നേഹിച്ച പെണ്ണിനെ ചതിച്ചതാരാ? കൊല്ലംകാരൻ. താലി കെട്ടിയ പെണ്ണിനെ വിഷപ്പാമ്പിനെ കൊണ്ട് കൊത്തിച്ചതാരാ? കൊല്ലംകാരൻ. അതും പോരാഞ്ഞിട്ട് പിഞ്ചു കുഞ്ഞിനെ പണത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയതോ? അതും കൊല്ലംകാരൻ. അതോടാണല്ലോ പറയണത് കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന്. എന്നാൽ പിന്നെ കൊല്ലംകാരെന്താണെന്ന് തന്റെ ഏകാഭിനയത്തിലൂടെ കാട്ടിക്കൊടുക്കാമെന്ന് മാളവിക തീരുമാനിച്ചു. പഠിച്ചു വെച്ച സ്ക്രിപ്റ്റ് മാറ്റിയടിച്ചു. പിന്നെ 2 ദിവസത്തെ പരിശീലനം. നിങ്ങൾ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ ഓയൂരും ആയൂരും മാത്രമല്ല കൊല്ലമെന്ന് മാളവിക ഓർമ്മിപ്പിച്ചു. അതെ, നമ്മളൊക്കെ വെറും കഥാപാത്രങ്ങളാ. പക്ഷേ ആയൂരും ഓയൂരും മാത്രമല്ലടോ ഈ കൊല്ലത്തിനുള്ളത്. സുനാമി ഉണ്ടായപ്പോ, പ്രളയം ഉണ്ടായപ്പോ ഒരമ്മ പെറ്റ മക്കളെ പോലെ ചേർത്ത് പിടിച്ചവരാ നമ്മളുടെ ആലപ്പാട് നീണ്ടകരയും. സ്നേഹമാണ് കൊല്ലംകാരെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കലോത്സവം വിജയകരമായി പുരോഗമിക്കുമ്പോൾ മാളവിക മാധവിന്റെ ഏകാഭിനയവും ഇവിടെ അനർദ്ധമാവുകയാണ്. ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. ഒട്ടനവധി റെക്കോർഡുകൾ നേടിയാണ് കലോത്സവ വേദിയിൽ ആത്മജ് എത്തിയത്. കീബോർഡ് വായനയും വയലിനും ഫ്ലൂട്ട് വായനയുമെല്ലാം ആത്മജിന്റെ കയ്യിൽ ഭദ്രമാണ്. എന്നാലും